VKN എഴുതിയ റെസിഡന്റ് എഡിറ്റർ ഏറെ സമകാലിക പ്രസക്തി നിറഞ്ഞ കഥയാണ്. പത്രമാധ്യമങ്ങൾക്കകത്തെ പ്രശ്നങ്ങളാണ് ഈ കഥയിലൂടെ VKN ആവിഷ്കരിക്കുന്നത്. വെങ്കിടേശ അയ്യങ്കാർ, പുണ്യതീർത്ഥ സ്വാമികൾ, പത്രസ്വാമി, മാമ്പലത്ത് കയ്യാങ്കളി ശാസ്ത്രികൾ, വാൾദൊരൈ സ്വാമി, അൾസേഷ്യൻ പട്ടി എന്നിവരാണ് കഥയിൽ കഥാപാത്രങ്ങളായി എത്തുന്നത്. ചെറുചിരിയുണർത്തുന്ന പേരുകളാണ് VKN തൻ്റെ കഥാപാത്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. വെങ്കിടേശ അയ്യങ്കാർ പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടറായിരുന്നു വെങ്കിടേശ അയ്യങ്കാർ. മെയ്യനങ്ങാതെ ചെയ്യേണ്ട ജോലികളാണ് അദ്ദേഹത്തിനുള്ളത്. നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക, കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ച് നിത്യവും പത്രത്തിൽ അരക്കോളം എഴുതുക എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. മെയ്യനങ്ങാതെയുള്ള അയ്യങ്കാരുടെ ജോലിയെ അയ്യങ്കാരുടെ സാഹിത്യ പ്രവർത്തന പരിധിക്കകം എന്നിങ്ങനെ VKN പരിഹസിക്കുന്നു. സാഹിത്യരചന ഏറെ പ്രയാസമുള്ള പണിയാണല്ലോ. അയ്യങ്കാരുടെ ജോലി അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമാണ്. അതുകൊണ്ടാണ് VKN അത്തരത്തിൽ പരിഹസിക്കുന്നത്. വർഷങ്ങളായി ജോലി ചെയ്തിട്ടും അയ്യങ്കാർക്ക് ചീഫ് റിപ്പോർട്ടർ പദവി ലഭിച്ചില്ല. അതിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് തീരെ സഹിക്കാഞ്ഞത് അദ്ദേഹത്തിന് ശേഷം വന്നവർക്ക് ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ ലഭിച്ചപ്പോഴാണ്. മറ്റുള്ളവർക്ക് ഉയർച്ച ലഭിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്ന ആളുകളെ പരിഹസിക്കുകയാണ് ഇവിടെ. മറ്റുള്ളവർക്ക് പ്രമോഷൻ ലഭിച്ചതിനെ അരിയിട്ട് വാഴ്ത്തുക എന്ന പ്രയോഗം കൊണ്ടാണ് VKN സൂചിപ്പിച്ചിട്ടുള്ളത്. ഉന്നത പദവി ഏറ്റെടുക്കുക, സ്ഥാനാരോഹണം നടത്തുക എന്നിവയൊക്കെയാണ് അരിയിട്ട് വാഴ്ത്തപ്പെടുക എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആദ്യകാലത്ത് രാജാക്കന്മാരും നാടുവാഴികളും സ്ഥാനമേറ്റെടുക്കുന്ന ചടങ്ങാണ് അരിയിട്ട് വാഴുക എന്നത്. എ ഗ്രേറ്റ് ഒക്കേഷൻ. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ നഗരത്തിലേക്കുള്ള വരവ് വെങ്കടേശന് കിട്ടിയ ഒരു അവസരമായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ലാൽ ബഹദൂർ ശാസ്ത്രികൾ എന്ന് വിശേഷിപ്പിച്ചാണ് അയ്യങ്കാർ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കവർ ചെയ്തത്. കവർ ചെയ്യുക എന്നാൽ ഒരു പ്രദേശത്തെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നാണ് അർത്ഥം. ഈ സന്ദർഭത്തെയാണ് ഗ്രേറ്റ് ഒക്കേഷൻ എന്ന് VKN വിശേഷിപ്പിച്ചത്. അതുവഴി അദ്ദേഹത്തിന് ഒരു ഇൻക്രിമെൻ്റ് ലഭിച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്നതിന് പകരം ശാസ്ത്രികൾ എന്ന പൂജക ബഹുവചനത്തിലാണല്ലോ പ്രയോഗിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ പേരിനൊപ്പം പൂജക ബഹുവചനം ചേർക്കുന്ന റിപ്പോർട്ടർമാർ ഇന്നും ഉണ്ട്. അവർക്കെതിരെയുള്ള പരിഹാസം കൂടിയാണ് ഈ വാക്യം. ഇൻക്രിമെൻ്റ് ലഭിച്ച നാളുകളിൽ സന്തോഷകരമായാണ് കാര്യങ്ങൾ നീങ്ങിയത്. അത് അവസാനിച്ചതോടെ പ്രമോഷൻ്റെ കാര്യം തകൃതിയായി നടത്താൻ അയ്യങ്കാർ തീരുമാനിച്ചു. പത്രസ്വാമിയെ അദ്ദേഹം വീട്ടിൽ ചെന്ന് കണ്ടു. പ്രമോഷൻ ലഭിച്ചില്ലെങ്കിൽ രാജിവെക്കും എന്ന് പറഞ്ഞു. മറ്റുള്ളവർക്ക് പ്രമോഷൻ ലഭിച്ചതിലുള്ള നിരാശ അയ്യങ്കാരുടെ ഈ വാക്കിൽ കാണാം. തൻ്റെ കാര്യം നടക്കാൻ വേണ്ടി അദ്ദേഹം പൂജയൊക്കെ നടത്തിയിട്ടാണ് പത്രസ്വാമിയുടെ വീട്ടിലേക്ക് കയറുന്നത്. വീട്ടിൽ കയറുന്നതിനിടയിലാണ് ഒരു അൾസേഷ്യൻ പട്ടി വെങ്കടേശന് നേരെ കുതിച്ചു ചാടുന്നത്. അയ്യങ്കാർക്ക് നേരെ വന്ന വിമർശകരെയാണ് ഇവിടെ പട്ടിയായി കണക്കാക്കുന്നത്. അയ്യങ്കാർ ഉടുമുണ്ട് അഴിച്ച് പട്ടിയെ നേരിട്ടു. ഒടുവിൽ ചീഫ് റിപ്പോർട്ടറിനേക്കാളും വലിയ റെസിഡന്റ് പദവി അയ്യങ്കാർക്ക് പത്രസ്വാമി നൽകി. സ്വന്തം ഉടുമുണ്ട് അഴിച്ച് പട്ടിയുടെ മുഖത്തേക്കെറിഞ്ഞാണ് വെങ്കടേശൻ പട്ടിയെ നേരിടുന്നത്. മാനം പോയാലും എളുപ്പവഴിയിലൂടെ കാര്യം നേടിയെടുക്കുന്ന ആത്മാഭിമാനവും ആദർശവും ധാർമ്മികതയും പണത്തിനും പദവിക്കും വേണ്ടി പണയം വെക്കുന്ന അയ്യങ്കാരെ പോലെയുള്ളവരെയാണ് പത്ര ഉടമകൾക്ക് ആവശ്യമെന്ന് റെസിഡന്റ് എഡിറ്റർ പദവി നൽകിയതിലൂടെ വ്യക്തമാകുന്നു. സമകാലിക പ്രസക്തി. ജനാധിപത്യത്തിൻ്റെ നാവായി മാറേണ്ടവയാണ് പത്രങ്ങൾ. എന്നാൽ ഇന്ന് മാധ്യമങ്ങൾക്കാവശ്യം മാനം പോയാലും സാരമില്ല, തങ്ങളുടെ അജണ്ടകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉതകുന്ന പത്രപ്രവർത്തകരെയാണ് എന്ന് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാം.
അങ്ങനെ മാധ്യമങ്ങളുടെ അജണ്ടകൾക്കും സ്ഥാപിത താൽപ്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത പദവി കൊടുക്കാനും ഉയർന്ന ശമ്പളം കൊടുക്കാനും ഉടമകൾ തയ്യാറാവുന്നു. ഇത്തരം അവസ്ഥയെ വിമർശിക്കുകയാണ് VKN റെസിഡന്റ് എഡിറ്റർ എന്ന കഥയിലൂടെ. മെയ്യനങ്ങാതെയുള്ള പണിയാണെങ്കിലും പ്രമോഷനും പണവും ആഗ്രഹിക്കുന്ന അയ്യങ്കാരെ പോലെയുള്ള കൊതിയന്മാർ ഇന്ന് പത്രമാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. മനുഷ്യരുടെ സ്ഥാനമോഹങ്ങളോടുള്ള ആർത്തിയെയാണ് ഈ കഥയിൽ വിമർശിക്കുന്നത്. തനിക്ക് പ്രമോഷൻ ലഭിക്കാത്തതിലും വലിയ സങ്കടം മറ്റുള്ളവർക്ക് പ്രമോഷൻ ലഭിച്ചപ്പോഴാണ്. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയും തനിക്ക് അതിനുള്ള യോഗ്യതയില്ലെങ്കിലും അതിനേക്കാൾ ഉയരങ്ങളിൽ എത്തണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു. കുറുക്കുവഴികളിലൂടെ കാര്യം നേടിയെടുക്കുന്നവരെയും ഈ കഥ പരിഹസിക്കുന്നു. VKNൻ്റെ ഭാഷ. സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെ ആക്ഷേപഹാസ്യത്തിലൂടെ വിമർശിക്കുന്ന രചനയാണ് VKNൻ്റേത്. പയ്യൻ കഥകൾ, ജനറൽ ചാത്തൻസ് തുടങ്ങിയ കൃതികളിലൂടെ മലയാളത്തിന് വേറിട്ട ശൈലി സമ്മാനിച്ച എഴുത്തുകാരനാണ് VKN. അദ്ദേഹം ചിരിപ്പിക്കുക മാത്രമല്ല, ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഹാസ്യം കലർത്തിയ പദപ്രയോഗങ്ങൾ, സന്ദർഭങ്ങൾ, വിപരീത അർത്ഥങ്ങൾ, കഥാപാത്രങ്ങളുടെ പേരുകൾ എന്നിവയിലെല്ലാം VKN തൻ്റെ സ്വതസിദ്ധമായ ശൈലി കൊണ്ടുവരുന്നു. ഇംഗ്ലീഷും മലയാളവും തമിഴും ഇടകലർത്തിയുള്ള ഭാഷാരീതിയാണ് അദ്ദേഹം രചനയ്ക്ക് ഉപയോഗിച്ചത്. മതം, ജാതി, രാഷ്ട്രീയം, ആചാരം എന്നിവയെല്ലാം VKNൻ്റെ വിമർശനങ്ങൾക്ക് വിധേയമായി. ഏത് ദുരന്തങ്ങളെയും ആഘോഷമാക്കി മാറ്റുന്ന പത്രപ്രവർത്തനത്തെ അദ്ദേഹം കണക്കറ്റ് വിമർശിച്ചു. എല്ലാത്തിനെയും സമൂഹത്തിന് മുന്നിലെത്തിക്കുന്ന പത്രപ്രവർത്തകരും നിഷ്കളങ്കരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിൻ്റെ റെസിഡന്റ് എഡിറ്റർ എന്ന കഥ.